സജിത്ത് പറഞ്ഞ ആ ഒരു പോയിന്റ് മാത്രം ഒന്നുകൂടി വിശദീകരിച്ചു. കാരണം ഈ ഡൈവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഉള്ള ദിവസങ്ങളിലെല്ലാം നമുക്കറിയാം ഈ ഡൈവേഴ്സ് ഒരു ഡീപ്പ് ഡൈവിംഗ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ടുള്ള രീതിയിലുള്ള സിഗ്നലുകളും പരിശോധനകളും എല്ലാം നടക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ ഒരു ജീവൻ റിസ്ക് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഡീപ്പ് ഡൈവിംഗിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊന്നും അതുണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഈ ജലനിരപ്പിന്റെ അല്ലെങ്കിൽ എത്രത്തോളം ഒഴുക്കുണ്ട് എന്നറിയാനുള്ള പരിശോധന മാത്രമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിലും അങ്ങനെ ഒരു മുങ്ങിത്താഴൽ അല്ലെങ്കിൽ ഒരു ഡീപ്പ് ഡൈവിംഗിന്റെ സാധ്യത പരിപൂർണമായിട്ടും ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു ഘട്ടം ഈ ദൗത്യത്തിനകത്തുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ബദൽ മാർഗത്തിലേക്ക് കടക്കുക മാത്രമായിരിക്കും അത് നമുക്ക് സ്ഥിരീകരിക്കാം അല്ലേ? തീർച്ചയായും അതാണ് സാഹചര്യം. നമുക്ക് രാവിലെ മറ്റൊരു സാധ്യത കൂടി തേടലുണ്ടായിരുന്നു. അതായത് പുഴയുടെ ഈ കുത്തൊഴുക്ക് അതിൻ്റെ വേഗത കുറയ്ക്കുന്നതിന് വേണ്ടി മറ്റെന്തെങ്കിലും മനുഷ്യസാധ്യമായ വഴികൾ പ്രയോഗിക്കാൻ കഴിയുമോ എന്നതാണ്. മുൻകാലങ്ങളിലൊക്കെ ഈ കടലിലും മറ്റും ഇത്തരം കുത്തൊഴുക്ക് ഡൈവിംഗ് സാധ്യമാക്കുന്നതിന് വേണ്ടി കപ്പൽ മറ്റും ഉപയോഗിച്ച് ആ വേഗത കുറയ്ക്കുന്ന സാങ്കേതിക വിദ്യയും അത്തരം മാർഗ്ഗങ്ങളും തേടാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഈ പുഴയിൽ അത് സാധ്യമല്ല. മറ്റൊന്ന് താൽക്കാലികമായ ഒരു ബണ്ട് നിർമ്മാണത്തിലൂടെ അത് സാധ്യമാകുമെന്ന്. പക്ഷേ കുത്തൊഴുക്ക് പുഴയിലോ അതൊന്നും സാധ്യമല്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പങ്കുവെക്കുന്ന കാര്യം. മറ്റൊന്ന് വലിയ ബാർജറുകളോ മറ്റോ കൊണ്ടുവന്ന് ഈ കുത്തൊഴുക്ക് നിയന്ത്രിച്ച് അതിൻ്റെ വേഗത നിയന്ത്രിച്ച് ഡൈവിംഗ് സാധ്യമാക്കി വേഗത്തിൽ കുറച്ച് സമയത്തേക്കെങ്കിലും രക്ഷാപ്രവർത്തനം നടത്തുന്ന രീതിയിലുള്ള നീക്കങ്ങൾ സാധ്യമാകുമോ എന്നതാണ്. പക്ഷേ അതൊന്നും നിലവിലെ സാഹചര്യത്തിൽ അവിടെ സാധ്യമല്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ നമ്മളോട് പ്രതികരിച്ചതും ഒപ്പം നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് നിലവിൽ ഈ ഡൈവിംഗ് ഉപയോഗിച്ച് അതായത് മുങ്ങൽ വിദഗ്ധർക്ക് ഈ പുഴയുടെ അടിയിലേക്ക് പോയി പരിശോധന സാധ്യമാക്കുന്ന ഒരു സാഹചര്യം അവിടെയില്ല. പക്ഷേ നേവി സുസജ്ജമാണ്, അവർ തയ്യാറായി നിൽക്കുകയാണ്. മാത്രമല്ല 11ാം ദിവസം ഇത് നിൽക്കുന്നു എന്നതിനാൽ തന്നെ ഒരുപക്ഷെ ഈ അപകടം നടന്ന തൊട്ട് അടുത്ത മണിക്കൂറുകളിലോ തൊട്ടടുത്ത ദിവസമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ റിസ്ക് എടുത്തുകൊണ്ടുള്ള ചില പരിശോധനകൾക്ക് പക്ഷേ ദൗത്യസംഘം തയ്യാറായേനെ. പക്ഷേ ഇപ്പോൾ 11ാം ദിവസം അത്തരമൊരു പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ടാവാം അവർ അത്തരം നീക്കങ്ങളിലേക്ക് തയ്യാറാവാതെ വരുന്നത്. എന്തായാലും വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഒരു പരിശോധന ഇപ്പോൾ സാധ്യമല്ല എന്ന സാഹചര്യം അവിടെയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരം ഒരു സാഹചര്യമുള്ളത്. ഇന്നത്തെ ദിവസത്തിൽ ഇത് ഈ മുകളിലേക്ക് ഉയർത്തിയെടുക്കാൻ കഴിയുന്ന മറ്റ് സാധ്യതകളുണ്ടോ, അതിൽ എന്തെങ്കിലും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ മറ്റെന്തെങ്കിലും ഫോഴ്സിൻ്റെ ഉപയോഗമോ അത്തരം കാര്യങ്ങളിൽ ഒരു നയപരമായ തീരുമാനം കൂടി കൈക്കൊള്ളേണ്ടതുണ്ട്. ഇന്ന് ഈ ജില്ലാ നേതൃത്വവുമായി നടക്കുന്ന കൂടിയാലോചനകളിൽ ഇക്കാര്യങ്ങളിലും ഒരു തീരുമാനമുണ്ടാകുന്നു വേണം കരുതാൻ. അതായത് സഹിത അതിലേക്ക് ഉറ്റുനോക്കുന്നത് അങ്ങനെയുള്ള ആ നയപരമായിട്ടുള്ള തീരുമാനം എന്തായിരിക്കും എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഈ അർജുന്റെ ബന്ധു ജിതിൻ അവിടെയുണ്ട്. ജിതിൻ മാധ്യമങ്ങളോട് പറയുന്നു മറ്റൊരു ജീവൻ കൂടി നഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു ഇതിലേക്ക് കടക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ജിതിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. അപ്പോഴും മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് ഈ രക്ഷാദൌത്യം നമ്മൾ തുടർന്നു കൊണ്ടുപോകും, അത് ആവശ്യപ്പെടാൻ കൂടിയാണ് കേരള സർക്കാർ പ്രതിനിധികൾ ശിരൂരിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് എത്ര ദിവസത്തേക്ക് ഈ ദൗത്യം തുടരാനാകും? ആ ഒരു റിസ്ക് എലിമെന്റ് ഈ ദൗത്യത്തിൽ ഉൾപ്പെട്ടവരെ കൂടി റിസ്കിലാക്കുന്ന തരത്തിലുള്ള ആ ഒരു ദൗത്യത്തിലേക്ക് കടക്കണ്ടയോ എന്നുള്ള ഒരു നയപരമായിട്ടുള്ള ഒരു തീരുമാനം, അത് അർജുന്റെ കുടുംബമടക്കം എടുക്കുന്ന തീരുമാനത്തിനോട് അനുസൃതമായിട്ടായിരിക്കും. അങ്ങനെ കൂടി ഉള്ള ഒരു തീരുമാനമായിരിക്കും പ്രതീക്ഷിക്കേണ്ടത് ഇനി നടക്കാൻ പോകുന്ന യോഗത്തിൽ, അല്ലേ? അങ്ങനെ വേണം നമുക്ക് കരുതാൻ. കാരണം ഇതിൽ നയപരമായ ഒരു തീരുമാനമുണ്ടാവണം. മാത്രമല്ല ഇത്രയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ള മാധ്യമ ശ്രദ്ധയിലേക്കും പൊതുശ്രദ്ധയിലേക്കും വന്ന ഒരു ആക്സിഡന്റിൽ ഇനി ഈ ദൗത്യം സംബന്ധിച്ചുള്ള തുടർ ആലോചനകളിൽ ഒരു കൂടിയാലോചന ആവശ്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അഭിപ്രായം കൂടി തേടിയാവാം കർണാടകയിലെ ജില്ലാ അധികൃതർ ഇതിന് തീരുമാനമെടുക്കുക. ജില്ലാ കളക്ടറും മറ്റും ഇന്നലെ തന്നെ ഇതിന്റെ സൂചനകൾ നൽകിയിരുന്നു. ഇന്ന് മുഹമ്മദ് റിയാസ് സർക്കാരിന്റെ പ്രതിനിധിയായി അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ചില നീക്കങ്ങൾ നമ്മൾക്ക് മുന്നിൽ കാണേണ്ടി വരും. അത്തരം ചില തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ദൗത്യം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ഈ ആക്ഷൻ പ്ലാനിൽ യഥാർത്ഥത്തിൽ വാഹനം കണ്ടെത്തുക, അതിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പരിശോധന ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മറിച്ച് അതിൻ്റെ ലൊക്കേഷൻ ഒന്നുകൂടി കൃത്യമാക്കുന്നതിന് തരത്തിലുള്ള പരിശോധനകളും നീക്കങ്ങളുമാണ് രാവിലെ മുതൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് അത്ഭുതകരമായ മറ്റ് തീരുമാനങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടെത്തലുകൾ ഇന്നുണ്ടാകുമോ എന്ന കാര്യം സംശയമുണ്ട്. രാവിലെ സച്ചിൻ ദേവ് MLA അടക്കം
അടക്കമുള്ളവർ സൂചിപ്പിക്കുന്നത് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പുഴയിൽ നിന്ന് ലഭിച്ചു എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അത് ആ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥനടക്കം അതിൻ്റെ ചില സൂചനകൾ പങ്കുവച്ചിരുന്നതാണ്. പക്ഷേ ഇത്ര മണിക്കൂറായിട്ടും അതിൻ്റെ മറ്റ് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ, ഈ കൂടിയാലോചനകളിൽ ദൗത്യം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് സംബന്ധിച്ച ഒരു ആക്ഷൻ പ്ലാൻ, തുടർ ആക്ഷൻ പ്ലാൻ നമുക്ക് പ്രതീക്ഷിക്കാം. റൈറ്റ്, TG സജിത്ത് വിവരങ്ങൾ നൽകിയത്. അതാണ് ഇനി ഉറ്റുനോക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകളിൽ കേരള സർക്കാരിന്റെ പ്രതിനിധികളായി മന്ത്രിമാർ തന്നെ ഷിരൂരിലെത്തിയ സാഹചര്യം, കൂടിയാലോചനകൾ നടക്കുന്നു. ഈ യോഗത്തിന്റെ ആകത്തുക എന്താണ്? ഏത് തരത്തിലാണ് ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുക? എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാനാകുക എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഈ യോഗത്തിൽ ചർച്ചയ്ക്ക് വരുമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രതികരിച്ചത്. അദ്ദേഹം യോഗത്തിന് പോകുന്നതിന് മുൻപായിട്ട്. അപ്പോൾ എന്ത് നയപരമായ ഒരു തീരുമാനമാണ് ദൗത്യത്തിന്റെ ഭാവി സംബന്ധിച്ച് എടുക്കുക എന്നത് കൂടി ഒരുപക്ഷെ ഇനിയുള്ള വാർത്താ സമ്മേളനത്തിലായിരിക്കും വ്യക്തമാകുക. നമുക്ക് അർജുന്റെ കുടുംബവും ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് ഇത് സംബന്ധിച്ച് എന്നുള്ളതൊക്കെ ഏറെ നിർണായകമാണ്. അർജുന്റെ കുടുംബത്തിന്റെ അടുത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. നമുക്ക് അതിലേക്കെല്ലാം വരാം ഒരിടവേളയ്ക്ക് ശേഷം.